എല്ലാ തൊഴിൽ മേഖലയിലും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുണ്ട്. ഇതിപ്പോൾ മാധ്യമ മേഖലകളിലാണെങ്കിലും സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത്. മാധ്യമ മേഖലയിലുമുണ്ട്. അത് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ മേഖലയിലും മാനസികമായും ശാരീരികമായ തൊഴിൽ പീഡനങ്ങളുണ്ട്. പക്ഷേ അഭിഭാഷക മേഖലയിൽ അത്തരത്തിലുണ്ടോ എന്ന് നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ഒരു പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത്തരത്തിൽ അഭിഭാഷക മേഖലയിൽ ഈ ശാരീരികവുമായ മാനസികവുമായ പീഡനങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടോ? സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതലുള്ള വനിതാ അഭിഭാഷകർ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടമാണ് അഭിഭാഷക വൃത്തി. ഇപ്പം നമ്മൾ സിനിമയുമായിട്ടോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനവുമായിട്ടോ പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്ന പല മാധ്യമ സ്ഥാപനങ്ങളിലും നമ്മളൊക്കെ പക്ഷേ അത് പൊതുവേ മാധ്യമങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ, മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളെ പറ്റി മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ അത് കണ്ണടയ്ക്കുന്നു എന്നുള്ളത് എവിടെയാണ് അത് പുറത്തു വരാത്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുള്ള മേഖലയാണ് ഈ അഭിഭാഷക വൃത്തി. ഈ കഴിവും പ്രാപ്തിയും അറിവുമുള്ള ഒരു വനിതാ അഭിഭാഷകയ്ക്കും ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ സംബന്ധമായ ഒരു ബുദ്ധിമുട്ടോ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ 5 വർഷം നിയമം പഠിച്ച ഈ തിരുവനന്തപുരം ബാറിലെ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, അവർക്ക് നേരത്തെ ഇത്തരത്തിലുള്ള ഗർഭിണിയായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ മുൻകോപക്കാരനാണ്. അദ്ദേഹം 6.5 അടി ഹൈറ്റുള്ള ആളാണ്, എയർഫോഴ്സുകാരനാണ്, രാത്രിയിൽ മീൻ പിടിക്കാൻ കടലിൽ പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി ഒരു ക്യാരക്ടറിനെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇത്രയും പ്രഗത്ഭന്മാരായ അഭിഭാഷകരുള്ളപ്പം ഈ പെൺകുട്ടി എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ എന്തിനാണ് ഇത്രയും തൊഴിൽ പീഡനം ഉണ്ടായിട്ടും അല്ലെങ്കിൽ മാനസിക പീഡനം ഉണ്ടായിട്ടും ശാരീരിക ഉപദ്രവം ഉണ്ടായിട്ടും ഇദ്ദേഹം ഈ പെൺകുട്ടി പ്രാക്ടീസ് ചെയ്യുന്നത്? ഇനി പോട്ടെ, അത് അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ സംഗതിയിൽ ഈ പെൺകുട്ടി പറയുന്നതിനകത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അപ്പം ഒരിക്കലും ഈ അഭിഭാഷകൻ അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകൻ എന്നും പറയാൻ പറ്റത്തില്ല. ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത് സീനിയർ അഭിഭാഷകൻ. ഒരു അഭിഭാഷക വൃത്തിയിൽ ഒരു 20 വർഷം 25 വർഷം പ്രാക്ടീസ് ഉള്ളവരെ മാത്രമേ ഒരു സീനിയർ എന്ന് പോലും പറയാൻ പറ്റൂ. കാരണം ഇദ്ദേഹം ബേസിക്കലി ഇയാളൊരു എയർഫോഴ്സുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പട്ടാള സംസ്കാരമാണുള്ളത്. പട്ടാള സംസ്കാരം മോശമാണെന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തെ ഒരു സീനിയർ അഭിഭാഷകൻ എന്ന് പോലും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നിയമം പഠിച്ച ഒരു പെൺകുട്ടി ഇത്രയും കാലം ഈ പീഡനം സഹിച്ചു എന്ന് പറയുന്നതിനകത്തൊരു ദുരൂഹതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഈ കേരളത്തിലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യാനെറ്റ് അടക്കമുള്ള ഏഷ്യാനെറ്റിൻ്റെ മാധ്യമ വിരോധം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെ മാധ്യമ വിരോധം നമുക്കറിയാം. കാരണം തിരുവനന്തപുരത്തും വഞ്ചിയൂർ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ മാധ്യമ പ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ പലപ്പോഴും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സംഘർഷത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അഭിഭാഷകരെ എപ്പോഴും മോശമാക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും ഓൺലൈൻ ചാനലേ ഉള്ളൂ അക്കാര്യത്തിൽ കുറച്ച് ഭേദം. ബാക്കി മാധ്യമ പ്രവർത്തകരുള്ള ആ അവസരത്തെ വളരെ ഗംഭീരമായി വിനിയോഗിക്കുന്നതിനകത്ത് ഈ സംഭവം ഉണ്ടായി FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഈ ബെയിലിൻ ദാസ് എന്ന് പറയുന്ന അഭിഭാഷകനെ ബാർ അസോസിയേഷനിൽ സസ്പെൻഡ് ചെയ്തു. ബാർ കൗൺസിൽ ഓഫ് ഒരു വക്കീലിനെ സംബന്ധിച്ച് അച്ചടക്ക നടപടി എടുക്കാൻ ഏറ്റവും പ്രാപ്തമായ ബോഡി ബാർ കൗൺസിൽ ഓഫ് കേരളയാണ്. ബാർ കൗൺസിൽ ഓഫ് കേരള ഈ വക്കീലിനെ പ്രാക്ടീസിൽ നിന്ന് വിലക്കി. അത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മളറിയാം ഒരു IAS ഡോക്ടറായ ഒരു IAS ഒരു നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ വാഹനം ഇടിച്ച് അമിത മദ്യാവസ്ഥയിൽ വനിതാ സുഹൃത്തുമായിട്ട് ഇപ്പോൾ പോയി ഇടിച്ചു കൊന്നു. ആ IAS ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചതാരാണ്? അയാൾ ഒരു കാലഘട്ടത്തിൽ അയാൾ ഡോക്ടറായിരുന്നു എന്ന് ഉള്ളതിൻ്റെ പുറത്ത് അയാളെ തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർമാരെയൊക്കെ വേണ്ട എല്ലാവിധ വഴിവിട്ട സഹായവും ചെയ്തു. IAS അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് വരെ അദ്ദേഹത്തിനെ ആ കേസിൽ സമ്മർദ്ദം ചെലുത്തി. അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായി വരുന്ന കേസിൽ കേസിനകത്ത് ഇപ്പോൾ പുത്തൂർ ക്ഷീരാവധ കേസിലെ പ്രതിയെന്ന് സംശയിച്ച സമ്പത്തിനെ മുഹമ്മദ് യാസിനും വിജയ് സാക്കറയും വളരെ ബ്രൂട്ടലായി മർദ്ദിച്ചു. 65ഓളം പാടുകൾ അയാളുടെ ദേഹത്തുണ്ടായിരുന്നു. അവരെ IPS അസോസിയേഷൻ സംരക്ഷിച്ചില്ലേ? ഫോർട്ട് ഉദയകുമാർ വധക്കേസിലെ പ്രതികളെ ഡെമ്മി പ്രതികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നു. അവരെ മുഖംമൂടി ധരിപ്പിച്ചു കൊണ്ടുവന്നു. അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തി. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായി വരുന്ന സാധാരണ പോലീസ് കോൺസ്റ്റബിൾ മുതൽ പോലീസ് ഓഫീസേഴ്സിലെ അസോസിയേഷനിലെ അംഗങ്ങളായി വരുന്നവരടക്കമുള്ളവരുടെ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ വർഗ്ഗസ്നേഹം കാണിക്കാറില്ലേ? ഞാൻ വർഗ്ഗസ്നേഹം കാണിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ
മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും കാണിക്കാത്ത ആർജവമാണ് ഇക്കാര്യത്തിൽ ബാർ കൗൺസിൽ ഓഫ് കേരളയും ബാർ അസോസിയേഷനും സ്വീകരിച്ചത്. കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ ഒരു വനിതാ അഭിഭാഷകയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ശാരീരികമായ ഒരു ഉപദ്രവത്തിന് ഇരയായിട്ടുള്ളത്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും അഭിഭാഷക സമൂഹത്തോട് ഒരു കുശുമ്പ് അല്ലെങ്കിൽ ഒരു കുന്നായ്മ അല്ലെങ്കിൽ ഒരു വിരോധം വെച്ചു പുലർത്തുന്നവരാണ് ശരാശരി മലയാളികളെല്ലാം തന്നെ. അപ്പോൾ എപ്പോഴും ഈ അഭിഭാഷക മേഖലയിലെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുക. കാരണം ഇപ്പം നമുക്കിപ്പോൾ ആളൂരിൻ്റെ കേസിനകത്തിൽ പോലും എത്രയോ പേര് മരണമടയുന്നു. പക്ഷേ ആളൂരിൻ്റെ വന്നപ്പം സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ വേട്ടയാടി. അപ്പം ഞാൻ അയാൾ പക്ഷേ യഥാർത്ഥം ചെയ്തത് എന്താ, അയാളുടെ കക്ഷികൾക്ക് വേണ്ടി കേസ് നടത്തുക മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തില്ല, ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. പിന്നെ കേരളത്തിലെ എല്ലാ വിഷയത്തിലും വനിതകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും രണ്ട് അഭിപ്രായം പറയുന്ന രണ്ട് വനിതാ സാരഥികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ അഭിഭാഷകരുമാണ്, ദൗർഭാഗ്യവശാൽ അവർ അഭിഭാഷകരുമാണ്. ഒരു ഉണ്ണിത്താൻ എന്ന വാലുള്ള ഒരു അഭിഭാഷകയും പിന്നെ എന്തിനേയും നക്സലേറ്റ് കണ്ണിൽ കൂടി കാണുന്ന ഒരു അഭിഭാഷകയും. നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ ആസ്ഥാന പണ്ഡിതയാണ് അവർ. ഏഷ്യാനെറ്റിൻ്റെയും മാതൃഭൂമിയുടെയൊക്കെ ആസ്ഥാന പണ്ഡിതയായി അവരെയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞ സംഗതികൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ലജ്ജ തോന്നും. അത്രമാത്രം മ്ലേച്ഛമായിട്ടും അത്രമാത്രം മോശമായിട്ടുമാണ് ഇത്തരത്തിലുള്ള ഈ വിഷയത്തെപ്പറ്റി അവർ ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മാധ്യമ സ്ഥാപനത്തിൽ കേരളത്തിൽ 2-3 വർഷം മുമ്പ് ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് അടക്കം വലിയ വലിയ വിവാദങ്ങൾ അതിനകത്തുണ്ടായി. പക്ഷേ അവിടുത്തെ ആ വാർത്ത ആരും തന്നെ, ഇത് ഒരു വനിതാ അഭിഭാഷകയും ഒരു അഭിഭാഷകൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിവാദമാണ് ഇതിനകത്തുള്ളത്. അത് തെറ്റാണ്, ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ആ അഭിഭാഷകൻ അയാളെ സീനിയർ അഭിഭാഷകനാക്കി, അയാളെ അത് ഇടതുപക്ഷ സഹയാത്രികനാക്കി, അയാളെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അയാളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാക്കി, ബാർ കൗൺസിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാക്കി. ഇതൊക്കെ എന്താ പറയുന്നത്, നിറം പിടിപ്പിച്ച കഥകളാണ് ഇതിനകത്തിൽ പകുതിയുള്ളത്. പകുതി മാത്രമേ, കേട്ടതിൽ പകുതി മാത്രമേ യാഥാർത്ഥ്യങ്ങളുള്ളൂ. പകുതി കാര്യങ്ങൾ സത്യവുമായി യാതൊരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല. സാർ, ഈ പൊതുവേ ഈ പറയുമ്പോൾ ഈ അഭിഭാഷകരെന്ന് കേൾക്കുമ്പോൾ വളരെ സ്നേഹമുള്ള, ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ബഹുമാനവും ആദരവും ഒക്കെയാണ് ഈ അഭിഭാഷകർ, വക്കീലന്മാർ എന്നൊക്കെ കേൾക്കുമ്പോൾ. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കും അവരൊക്കെ നീതി വാങ്ങിക്കൊടുക്കാൻ, ഇപ്പോൾ നമ്മുടെ ജീവന സ്വത്ത് സംരക്ഷിക്കുന്ന പോലീസുകാരെക്കാൾ കൂടുതൽ ഒരാൾ പിന്നെ കോടതിയിലെത്തുമ്പോൾ അയാൾ പ്രതിയാണോ കുറ്റക്കാരനല്ലയോ എന്ന് തെളിയിക്കുന്നതിനെ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് വക്കീൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് വക്കീലന്മാരോട് വല്ലാത്തൊരു ബഹുമാനം തോന്നാറുണ്ട്. അവരുടെ കറുത്ത കോട്ടിനകത്തുള്ള അവരുടെ വെളുത്ത മനസ്സാണ് നമ്മളെപ്പോഴും കാണുന്നത്. പ്രതികൾക്ക് വേണ്ടിയും വാദികൾക്ക് വേണ്ടിയും ഒക്കെ അവർ വാദിക്കാറുണ്ട്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാ ഫീൽഡിലും ശാരീരികമായ പീഡനങ്ങൾ ഒക്കെ നടക്കും. നമ്മളിപ്പോൾ മാധ്യമരംഗത്തൊക്കെ പലരുടെ നമ്മൾ കുത്തി നാറ്റിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളായി കാണുന്ന മാധ്യമ സിംഗങ്ങളൊക്കെ രാത്രി ഒരു 7-8 മണി കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നമ്മുടെ കൊളീഗ്സുകൾക്ക് തന്നെ അയക്കുന്ന മെസ്സേജുകളുടെ ഊളത്തരം കണ്ടാൽ നമ്മൾ തന്നെ പലപ്പോഴും പകച്ചു നിൽക്കാറുണ്ട്. രാവിലെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വിളിച്ചു കൂവുന്ന സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് രാത്രി വന്നിരുന്ന് സ്ത്രീകളോട് ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളൊക്കെ തന്നെ വിചാരിക്കും. പലപ്പോഴും പരാതി കൊടുത്താൽ പോലും പല സ്ഥാപനങ്ങളും ഇത് അംഗീകരിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഈ വക്കീലന്മാർക്ക് ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായ സ്ത്രീക്കൊപ്പം നിൽക്കുന്നതാണ് കണ്ടത്. ആരും ആ സ്ത്രീക്ക് എതിരായിട്ടൊരു വാക്ക് പറയുന്നത് കേട്ടിട്ടില്ല. ഒരു വക്കീലന്മാർ പോലും ആ സ്ത്രീക്ക് എതിരായിട്ടൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഈ ബാർ അസോസിയേഷനൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു സീനിയറിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ് കേരളത്തിലെ ഇന്ന് ജുഡീഷ്യറിയിൽ പണ്ടത്തെ സ്ഥിതിയല്ല. വനിതകളാണ് ജുഡീഷ്യറിയിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം ജുഡീഷ്യൽ ഓഫീസർമാരും വനിതകളാണ്. കേരളത്തിലെ മജിസ്ട്രേറ്റുമാർ തൊട്ട് ഹൈക്കോടതിയിൽ വരെയുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെല്ലാം വനിതകളാണ്, ബഹുഭൂരിപക്ഷവും വനിതകളായിട്ടുള്ളവർ. അപ്പം അഭിഭാഷക മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ഈ മേഖലയിലോട്ട് വരാൻ മടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. കേരളത്തിലെ ഇപ്പം നോക്കൂ, നിങ്ങൾ ഇത്രയും കാലം ഈ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. അതും ആ കുട്ടി കുട്ടി അതിനെ വിവരിക്കുന്നതിൽ പോലും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. കാരണം അവിടുത്തെ ഒരു അഭിഭാഷക ഉണ്ടായിരുന്നു. ആ അഭിഭാഷക
എനിക്ക് ശേഷം ഈ പെൺകുട്ടി അവിടെ എത്തുന്നു, ഈ പെൺകുട്ടി എത്തിയതിനു ശേഷം ആ പെൺകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിൽ ഒരു തർക്കം വരുന്നു, അവിടെ ടൈപ്പിസ്റ്റിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം വിലക്കുന്നു, ഈ പെൺകുട്ടി തിരിച്ചു പോകുന്നു, തിരിച്ചു വീണ്ടും ഈ പെൺകുട്ടി തിരിച്ചു വരുന്നു. അപ്പോൾ ഈ പറച്ചിലിനകത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. പക്ഷേ ഒരിക്കലും ഈ മർദ്ദനത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് ഒരു മറുവ്യാഖ്യാനവും വരുന്നുണ്ട്. അയാളുടെ മുഖത്തൊരു പാടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അഥവാ ഇനിയിപ്പോൾ പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഉപദ്രവം ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും ഒരു വനിതയെ തിരിച്ചു ഉപദ്രവിക്കാൻ പാടില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ മർദ്ദനത്തിൻ്റെ പാടുകൾ അയാളുടെ ദേഹത്തുണ്ട്. ആ മർദ്ദനത്തിൻ്റെ പാടുകളെ പോലും നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളോ മറ്റു ആളുകളോ കാണുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും കാണിച്ചത് തികച്ചും മാതൃകാപരമായ കാര്യമാണ്. ഇതിനകത്തിൽ ഗൗരവതരമായ നടപടി എടുത്തിട്ടുണ്ട്. ബാർ കൗൺസിലിൻ്റെ പ്രത്യേക യോഗം തന്നെ ഇക്കാര്യത്തിൽ കൂടിയിരുന്നു. പിന്നെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളെക്കാട്ടിൽ ഏറ്റവും മാന്യമായി തൊഴിലിടമാണ് അഭിഭാഷക മേഖല. പ്രത്യേകിച്ച് നിയമം പഠിച്ച പെൺകുട്ടികളാണ്. ഈ നിയമം പഠിച്ച പെൺകുട്ടികളോട് എത്ര സീനിയറാണെന്ന് പറഞ്ഞാലും അവരെ കുറച്ച് ബഹുമാനപൂർവ്വമാണ് അവരെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഈ അന്തിച്ചർച്ചയിൽ വന്നിരിക്കുന്നവർക്ക് ഇപ്പം പിന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ഇപ്പം അടുത്ത കാലത്ത് പൊങ്ങി വന്ന പല ചാനലുകളും, അതിൽ മരം ചാനലെന്നോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ചാനലുകളെന്നോ ഒക്കെ പറയുന്ന പല ചാനലുകളിലും ആ ചാനലിലൊക്കെ നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതുമായി കമ്പയർ ചെയ്യുമ്പം അഭിഭാഷക മേഖല വളരെ ക്ലീനാണ്, സത്യസന്ധമായി പോകുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും.